പഴയ ജർമ്മൻ കാർ വാങ്ങിക്കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ജർമ്മൻ കാർസ് ഓൺ ചെയ്യുന്നതും കീപ്പ് ചെയ്യുന്നതും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും. 1.9 എഞ്ചിൻ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഓർക്കും അത്യാവശ്യം മൈലേജ് കുറവായിരിക്കും എന്നൊക്കെ ഓർക്കും. പക്ഷെ നല്ല മൈലേജ് കിട്ടുന്നുണ്ട് എനിക്ക് ലോങ് ഓടിക്കുമ്പോൾ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വെറൈറ്റി എപ്പിസോഡ്. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പീസ് തന്നെയാണ്. മീൻസ് നമ്മുടെ റോഡുകളിലൊന്നും കാണാൻ കിട്ടാത്ത കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. റെയർ ആയിട്ടുള്ള വണ്ടി എന്ന് മാത്രമല്ല, റെയർ ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് ഓഫ് കാസാണ്. അതായത് സ്റ്റേഷൻ വാഗൻ എന്ന ഈ സെഗ്മെൻറ്റ് അധികം നമ്മുടെ റോഡുകളിൽ കാണാറില്ല, അല്ലെങ്കിൽ എസ്റ്റേറ്റ് എന്ന് പറയാം. സോ ഈ വണ്ടിയുടെ ഈ ഒരു ഷേപ്പ് മീൻസ് ബാക്കിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു വിശ്വാസത്തിൽ ഒരു 60-70% ആളുകൾക്കും കത്തിക്കാണില്ല ഇത് ഏത് വണ്ടിയാണെന്നുള്ളത്. ചിലർ ലോഗോ കണ്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് സ്കോഡ ഒക്ടാവിയയുടെ കോംബി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റാണ്. അതായത് സ്കോഡ ഒക്ടാവിയയുടെ സ്റ്റേഷൻ വാഗൻ. സോ ഈ കാറ് ഞാനും റോഡിൽ അങ്ങനെ കണ്ടിട്ടില്ല. വളരെ റെയറായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. റെയറായിട്ടെന്നല്ല, ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ ഒരു 2005 മോഡൽ ഒക്ടാവിയ കോംബിയാണ്. സ്റ്റേഷൻ വാഗൻ കാസ് എന്ന് പറയുന്നത് വളരെ റെയറാണ്. കാരണം ആ ഒരു സമയത്തെ ഒരു ട്രെൻഡായിട്ട് കൊണ്ടുവന്നെങ്കിലും അധികം സക്സസ്ഫുൾ ആയെന്ന് ചോദിച്ചാൽ അധികമായിട്ടില്ല എന്ന് പറയാം. പല ബ്രാൻഡ്സിൻ്റെയും സ്റ്റേഷൻ വാഗൻ കാസ് നമ്മളൊരു 1 ഇയർ മുമ്പ് നമ്മൾ മാരുതി സുസുക്കിയുടെ സ്റ്റേഷൻ വാഗൻ അൾട്ടൂറ കൊണ്ടുവന്നിരുന്നു. അതായത് ബലേനോയുടെ സ്റ്റേഷൻ വാഗൻ. പിന്നെ ഒപ്പൽ കോസയുടെ സ്റ്റേഷൻ വാഗൻസ് അന്നുണ്ടായിരുന്നു. അതുപോലെ വേറെ സ്റ്റേഷൻ വാഗൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്ര സക്സസ്ഫുൾ ആയിട്ടുണ്ടോ എന്നറിയില്ല. പിന്നെ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിട്ടുള്ള സ്റ്റേഷൻ വാഗൻ വോൾവോ XC60യുടെ സ്റ്റേഷൻ വാഗനാണ്. അത് UK വണ്ടിയായിരുന്നു. അത് ഇവിടുന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ട് UK നിന്ന് ഇവിടെ വരെ വന്നതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മെയിൻലി ഇതിൻ്റെ ഒരു പർപ്പസ് കൂടുതൽ ബൂട്ട് സ്പേസോ അല്ലെങ്കിൽ കുറച്ചുകൂടെ വണ്ടിയുടെ വലുപ്പം മാറിയതിനനുസരിച്ചുള്ള കുറച്ച് ഡൈനാമിക്സ് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു ക്യാമ്പിങ്ങിനൊക്കെ പോകാനോ അങ്ങനെ പല പല എക്സ്ട്രാ യൂസസ് ഉണ്ട്. ആ യൂസസുകളൊക്കെ കൊണ്ടാണോ ഇതിൻ്റെ യൂസർ ഇത് വാങ്ങിയത്, അതോ വണ്ടിയോടുള്ള ഒരു കളക്റ്റബിൾ കാസ് കീപ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണോ വന്നത്, അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൻ്റെ യൂസറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അതിനായിട്ട് അദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ഇതാണ് സ്കോഡ ഒക്ടാവിയ കോംബിയുടെ യൂസർ. ഹായ് രോഹിത് ബ്രോ. ഹായ്, വെൽക്കം ടു ചാനൽ. താങ്ക് യു. ബ്രോ എന്ത് ചെയ്യുന്നു? ഞാൻ IT വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ കറൻറ്റ്ലി ട്രിവാൻഡ്രത്താണ്. ഓക്കെ, സോ ഒരു സ്റ്റേഷൻ വാഗൻ കയ്യിലുണ്ടല്ലേ? അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് അറിയേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, എങ്ങനെ ഈ ഒരു വാഹനത്തിലോട്ടുള്ള ഇഷ്ടം കൂടി? മറ്റ് ഇതുപോലത്തെ കളക്റ്റബിൾ കാസ് അല്ലെങ്കിൽ എന്തൂസിയാസ് കാസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടോ? വേറെ ഏത് വണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ആദ്യം അവിടെ നിന്ന് തുടങ്ങും. എനിക്ക് ഇത് കൂടാതെ ഒരു 3 സീരീസ് ഉണ്ട്, 3 സീരീസ്. F30 ജനറേഷൻ. ഓക്കെ. പൊതുവെ ജർമ്മൻ കാസിനോട് താല്പര്യം ഉണ്ട്. പിന്നെ ഒരു 90s ആൻഡ് 2000 ഏർലി 2000s കാസിനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യമുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഇതിലോട്ട് വന്നത്. അപ്പോൾ ഏതൊക്കെ വണ്ടികൾ ഇങ്ങനെ കൈമാറി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഞാൻ അങ്ങനെ കൈമാറി യൂസ് ചെയ്യുന്നത് ആയിട്ടില്ല. എനിക്ക് ആക്ച്വലി കാസിനോട് ജസ്റ്റ് കീപ്പ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് കാർ എന്നുള്ള രീതിക്കാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഇത് കൂടാതെ ഒരു 3 സീരീസ് ഉണ്ട്, F30. പിന്നെ പൊതുവെ 90s ആൻഡ് 2000s കാസിനോട് പ്രത്യേകിച്ച് ഒരു താല്പര്യം. മേ ബി ആ ജനറേഷൻ ആയതുകൊണ്ടായിരിക്കാം അതിനുള്ള കൂടുതൽ താല്പര്യം. അതെ. അപ്പോൾ F30 ഇതിന് ശേഷമാണ് അത് വാങ്ങിയത്? അതിപ്പോൾ അധികമായിട്ടില്ല, ഒരു 1.5 years ആയിട്ടുള്ളൂ. 1.5 years. ഇത് 3 years ആയോ? അതിപ്പോൾ 3.5 years ആയി. ഓക്കെ, അപ്പം അന്ന് സ്റ്റേഷൻ വാഗൻ എന്നുള്ളൊരു സ്പെസിഫിക് കാറ്റഗറിയിലോട്ട് വന്നത് എന്തുകൊണ്ടാണ്? താല്പര്യം ഉണ്ടായിരുന്നു. ഒന്നത് റെയറാണ്. പിന്നെ എനിക്ക് പൊതുവേ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാസിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സെഡാൻസ്, SUV കുഴപ്പമില്ല, ഇഷ്ടമാണ്. ബട്ട് ഒരു ഡ്രൈവ് ചെയ്യുന്നത് നോക്കുമ്പോൾ ഒരു സെഡാൻ്റെ ഒരു ആ ഡൈനാമിക്സും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ SUV ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ SUV പൊതുവെ പ്രാക്ടിക്കൽ എന്നുള്ള രീതിക്കാണ്. ബട്ട് ഇതാണെങ്കിൽ രണ്ടും ഉണ്ട്. ഡ്രൈവ് ചെയ്യാനും സുഖമായിരിക്കും. ആൻഡ് അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രാക്ടിക്കാലിറ്റി ഉണ്ട്. ഇതിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന ഒരു ഘടകം ഉണ്ടല്ലോ, ക്ലിയറൻസ്. എനിക്ക് ആക്ച്വലി വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ കിട്ടുന്ന മിക്കവാറും ഹാച്ച് ബാക്ക് ആൻഡ് ഒരു കോമ്പാക്ട് SUV ആ ഒരേമാതിരി ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ. സോ അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ കുഴപ്പമില്ല. അതെ. ഓക്കെ, അപ്പോൾ സ്കോഡ മീൻസ് ഒക്ടാവിയ തന്നെ നോക്കി കണ്ടുപിടിച്ചെടുത്തതാണോ ഇത്, അതോ ഏതെങ്കിലും സ്റ്റേഷൻ വാഗൻ ആയിരുന്നോ പ്ലാൻ? അല്ല, ഞാൻ ആക്ച്വലി വണ്ടി എടുക്കാൻ എനിക്ക് 2021 ഞാൻ വണ്ടി നോക്കി തുടങ്ങിയത്. ആ സമയത്ത് ഞാൻ
യൂസ് കാർ തന്നെയായിരുന്നു ഞാൻ നോക്കിയത്. ഒരു പഴയ 2000s ഒരു കാർ. ഞാൻ ആക്ച്വലി VRS നോക്കി ഇറങ്ങിയതാണ്, ഒക്ടാവിയ. അന്നേരം ഞാൻ 1-2 പാർട്ടിയെ വിളിച്ച് സംസാരിച്ചു. ഓൾമോസ്റ്റ് ഡീൽ സെറ്റിൽ ചെയ്യാന്നുള്ള രീതിക്ക് വണ്ടി കാണാമെന്നോർത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ഞാൻ OLX-ൽ ഒരു ആഡ് കണ്ടത്. ട്രിവാൻഡ്രത്തായിരുന്നു വണ്ടി. അന്ന് ഞാൻ ചെന്നൈയിലായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ടൈം വീട്ടിൽ വന്ന സമയത്ത് ഞാൻ നേരെ കൊച്ചിയിൽ നിന്ന് വണ്ടി എടുത്ത് നേരെ ട്രിവാൻഡ്രത്തേക്ക് വിട്ടു. വണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഫസ്റ്റ് ഓണർ ആയിരുന്നു അത് ആക്ച്വലി സെക്കൻഡ് ഓണർ ആയിരുന്നു. പക്ഷേ വേണേ ഫസ്റ്റ് എന്ന് പറയാം. പുള്ളി ഓൾമോസ്റ്റ് ഒരു 14 ഇയേഴ്സോളം യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വാങ്ങിയപ്പോൾ തന്നെ അടുത്ത ആൾ വാങ്ങി. അതെ. ഇതിപ്പോൾ കയ്യിൽ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നു, ഡെയിലി ഡ്രിവൺ വർക്കിലായിട്ട് അല്ലേ? അതെ. അപ്പം അതിൽ കിട്ടുന്ന കംഫർട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രാക്ടിക്കൽ വർക്കുകൾ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ പ്രാക്ടിക്കാലിറ്റി എന്തൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? പ്രാക്ടിക്കാലിറ്റി മെയിൻലി വരുന്നത് വെച്ചാൽ ബൂട്ട് തന്നെയാണ്. എന്നുവെച്ചാൽ ഇന്റീരിയർ സ്പേസും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സ്കോഡ ഒക്ടാവിയയുടെ സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാക്കിലെ ബൂട്ട് അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ട്. യൂഷ്വലി ഒരു സെഡാനിനകത്ത് തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ടാവും. മറ്റേ ഒക്ടാവിയയിൽ വരുന്ന മറ്റേ ലിഫ്റ്റ് ബാക്ക് ആയിരുന്നു, ഫുൾ ബൂട്ടായിട്ട് പോകുന്ന രീതിക്കുള്ള. അത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ആക്ച്വലി കുറേ ഫ്രണ്ട്സിനെ മൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ശരി. ഒരു വീട്ടിലോട്ടുള്ള ആവശ്യം സാധനങ്ങൾ മുഴുവൻ ഇതിനകത്ത് ബൂട്ടിനകത്ത് കയറ്റി കൊണ്ടുപോയിട്ടുണ്ട്. അതുവരെ പറ്റും. ഫ്രിഡ്ജൊക്കെ കയറുമോ? സീറ്റ് മടക്കിയിട്ടാൽ? സീറ്റ് ഞാൻ മടക്കാൻ ശ്രമിച്ചിട്ടില്ല. അത്രയും യൂസ് വന്നിട്ടില്ല. അത് പറ്റുമായിരിക്കും, മേ ബി. ഒരു ചെറിയ ഫ്രിഡ്ജൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കയറുമായിരിക്കും. അല്ല, നമ്മള് പഴയ നമ്മുടെ ഒരു വീഡിയോയിൽ സ്കോഡ കുഷാക്കില് ചെറിയ ഫ്രിഡ്ജും വാഷിംഗ് മെഷീൻ വരെ കയറ്റിയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ലെങ്ത് കുറച്ച് കൂടുതലാണ്, മീൻസ് ബാക്കിലോട്ടുള്ള മീൻസ് ബോഡി വെയിറ്റിന്റെ കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് നോർമൽ സെഡാൻസിനെക്കാട്ടിലും. വലിയ വ്യത്യാസമില്ല ആക്ച്വലി, കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി തോന്നുന്നതാണ്. എന്നുവെച്ചാൽ നോർമൽ ഒക്ടാവിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഏകദേശം ഒരു 2 സെന്റിമീറ്ററോ 20-30 മില്ലിമീറ്റർ എന്തോ എക്സ്ട്രാ വരുന്നുള്ളൂ. വീൽ ബേസ് ആക്ച്വലി സെയിം ലെങ്ത് തന്നെയാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ സെയിം ആണെന്ന് തോന്നത്തില്ല ഈ ലെങ്ത് കാരണം. ഒന്നാമത് ആക്ച്വലി ആ റൂഫ് കുറച്ചധികം വലുതായതുകൊണ്ട് പിന്നെ ഹൈറ്റും കുറവാണ്. അപ്പോൾ ആ ഒരു പെർസെപ്ഷൻ കിട്ടുന്നതാണ് കുറച്ച് ലെങ്ത് കൂടുതലാണെന്നുള്ളത് തോന്നുന്നതാണ്. പക്ഷേ ഒരു 4.5 മീറ്റർ എന്തോ ഉള്ളൂ ആക്ച്വലി ലെങ്ത്. ഒക്ടാവിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 30 മില്ലിമീറ്റർ എന്തോ കൂടുതലുള്ളൂ. ഓക്കെ. അപ്പം ബാക്കിൽ കുറച്ച് വെയിറ്റ് ഒക്കെ കൂടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഡ്രൈവ് ചെയ്യുമ്പോൾ കോർണറിങ്സ് ഒക്കെ എന്തായാലും വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഉണ്ട്. എങ്ങനെയുണ്ട്? അത് ബെറ്റർ ആണോ അതോ? കുഴപ്പമില്ല. ഞാൻ ആക്ച്വലി ഒക്ടാവിയ കാര്യമായിട്ട് ഓടിച്ചിട്ടില്ല. ബട്ട് ഇത് ഓടിക്കുമ്പോൾ എനിക്ക് വലിയൊരു വണ്ടിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നോർമലി ഒരു സെഡാൻ ഓടിക്കുന്നത് അതേപോലെ തന്നെ ഉള്ളൂ. ആ ഒരു ഫീൽ തന്നെ കിട്ടും. അത് തന്നെ ഉള്ളൂ. അത് ശരി. നമുക്ക് ബാക്ക് സൈഡാണ് നമ്മൾ ഇതുവരെ കാണിച്ചത്. ഇനി ഫ്രണ്ട് സൈഡ് വെച്ച് ഷൂട്ട് ചെയ്ത് ഫ്രണ്ടിൽ നിന്ന് കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് മുന്നേ പോയി സംസാരിച്ചാലോ? ഓക്കെ. ഞാൻ ഫസ്റ്റിലത്തെ ഫ്രെയിം റിയറിൽ നിന്ന് ആക്കണമെന്ന് വിചാരിച്ചു, അതാണ് ലുക്കെന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചൊക്കെ ഇട്ടതാണ്. പക്ഷേ വണ്ടി സ്ട്രെയിറ്റ് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഇട്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി ശരിക്കും അറിയാൻ പറ്റിയത്. മൈ മിസ്റ്റേക്ക്, സോറി. കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കണം ഞാൻ ഇതിൻ്റെ കാരണം പറയുന്നത് അല്ലേ? ഏത് സൈഡാണ് ഇഷ്ടം ഓണർ എന്ന നിലയിൽ? ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോഴാണോ ബാക്കിൽ നിന്ന് കാണുമ്പോഴാണോ? എനിക്ക് പൊതുവേ ബാക്കായിരുന്നു ഇഷ്ടം. പക്ഷെ ഇങ്ങനെ ഒരു ഇട്ടൊരു ആംഗിൾ കണ്ടപ്പോൾ അല്ല, സ്കോഡ ഒക്ടാവിയ എനിക്ക് ഒന്നാമത് ലുക്കുള്ള വണ്ടിയായിരുന്നു. എനിക്ക് എല്ലാവരുടെയും കേസ് അറിയില്ല, ബട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര കറക്റ്റ് ഒരു സെഡാൻ്റെ പ്രപ്പോർഷൻസും എല്ലാം വെച്ച് വന്നിട്ടുള്ളൊരു മോഡലായിരുന്നു. അതെ തന്നെ. ആളുകൾ വന്ന് സംസാരിക്കാറുണ്ടോ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ? അങ്ങനെ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു ഹെഡ് ടേണർ ആയിരിക്കും മിക്കവാറും. വണ്ടി ഓടിച്ചു പോകുമ്പോൾ വഴിയെ കാണാം ആൾക്കാരൊക്കെ തലതിരിഞ്ഞ് നോക്കുന്നത് ഒക്കെ. പിന്നെ ഈ ജനറേഷൻ കാര്യമായിട്ട് അറിയാൻ പാടില്ല ഇപ്പോൾ ഉള്ളവർക്ക്. ബട്ട് ഒരു 80s 90s ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കുറച്ച് ക്രേസ് ഉണ്ട്. ഓക്കെ. പ്രത്യേകിച്ച് ഒക്ടാവിയ കൂടെ ആണല്ലോ അല്ലേ? അതെ. ഓക്കെ. ഇനിയും ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് അറിയേണ്ടത്. കാരണം ഒരു പഴയ ജർമ്മൻ കാർ വാങ്ങിക്കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഉണ്ട്. അത് പൊതുവെ ജർമ്മൻ വണ്ടിക്ക് പറഞ്ഞിട്ടുള്ളതാണ്. സോ അപ്പോൾ അത് എന്തൊക്കെയായിരുന്നു ആ ബുദ്ധിമുട്ടുകൾ? ഈസിലി സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകളെ ഉള്ളോ എന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ബ്രോ പ്രാക്ടീസ് ലൈഫിൽ അത് ചെയ്തിട്ടുള്ളത്? ഞാൻ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 3-3.5 കൊല്ലമായി. സോ എടുക്കുമ്പോൾ തന്നെ കുറച്ച് പണി പെൻഡിങ് ഉണ്ടായിരുന്നു. ഓക്കെ. മെയിൻലി വന്നിട്ടുള്ളത് ഇലക്ട്രിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻജിൻ സൈഡിലോട്ട് കാര്യമായിട്ട് അങ്ങനെ വന്നിട്ടില്ല. എൻജിൻ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മിക്കവാറും ഇലക്ട്രിക്കലിന് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തന്നെ ആയിരിക്കും. ബട്ട് മോസ്റ്റ്ലി എൻജിൻ ആസ് ഇറ്റ് ഇസ് അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ടുള്ള എൻജിനാണ്. 1.9 TDI. അത് കുറച്ചധികം ഫേമസ് ആണ്. 10 ലക്ഷം ഓടിയ വണ്ടിയൊക്കെ ഉണ്ട് പുറത്തൊക്കെ ആയിട്ട്. 110 അല്ലേ BHP? അതെ. മെയിൻ്റനൻസ് അത്യാവശ്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ എടുക്കുന്നത് ജർമ്മൻ വണ്ടിയാണ് എന്നുള്ള ഇത് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഞാൻ
അത്യാവശ്യം വലിയൊരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും അത് എടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പഴയൊരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ. നമ്മളൊരു പെറ്റിനെയും വളർത്താൻ വാങ്ങിക്കുന്ന പോലെയോ അല്ലേ, അതുപോലെ ഒരു കെയർ നമ്മുടെ ഒരാളാണെന്നുള്ള രീതിയിൽ നോക്കണം. ചുമ്മാ ഇട്ട് വെക്കാനായിട്ട് വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല, കാരണം ഡെയിലി യൂസ് വേണം. അതൊരു പോയിന്റ് ആണല്ലേ, ഡെയിലി യൂസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. ഡെയിലി യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരും. വീക്കിലി വൺ യൂസ് ചെയ്താലും പോരാ അല്ലേ? പോരാ. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ എടുക്കാറുണ്ട്. ഉണ്ട്. മറ്റേ വണ്ടിയും കൂടി രണ്ടും മാറി മാറിയാണ് യൂസ് ചെയ്യാറുള്ളത്. യൂസ് കിടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നാമത് പഴയ ഡീസൽ എഞ്ചിനാണ്. സോ അതിൻ്റെതായിട്ട് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ബട്ട് ഡെയിലി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എൻ്റെ സൈഡിൽ സ്മൂത്തായിട്ട് പോയിക്കോളും. അത് ശരി. അപ്പോൾ ഡെയിലി ഓടിക്കുമ്പോൾ ഇത്രയും ലെങ്ത് ഉള്ള വണ്ടി സെഡാൻ്റെ സെയിം ലെങ്ത് തന്നെ അല്ലേ? അതെ. അതൊരു ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. ഇല്ല. അല്ല, പിന്നെ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് പൊതുവെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ബട്ട് ആസ് ഇറ്റ് സൈസ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പം F30 BM യൂസ് ചെയ്യുന്നത് അതും ഇതേപോലെ സെൻസിറ്റീവ് ആണോ, അതോ അതൊരു വീക്ക്ലി വൺസ് ഒക്കെ എടുത്താൽ മതിയോ, എന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ? അത് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റിലയബിൾ ആണ്. എന്നുവെച്ചാൽ ആ BMW പൊതുവേ കുറച്ച് റിലയബിൾ ആയിട്ടുള്ള ഒരു മോഡൽ വന്നിട്ടുള്ളത് ആ ജനറേഷനിൽ F30 ആയിരുന്നു. വർക്ക് കുറവാണ് വരുന്നത്. നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇല്ല, കാര്യമായിട്ടില്ല. പ്രോപ്പർ പീരിയോഡിക് മെയിൻ്റെനൻസ് ആണോ ഉദ്ദേശിച്ചത്, അതോ? പീരിയോഡിക് മെയിൻ്റെനൻസ് മാത്രം ചെയ്താലും മതി. പിന്നെ മാറ്റുന്ന പാർട്സ് എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അല്ലാതെ അതിനും കാര്യമായിട്ട് ഇഷ്യൂ ഒന്നും വരാനില്ല. വരുന്നത് മിക്കവാറും ABS സെൻസർ അടിച്ചു പോകാം. അത് പൊതുവെ ജർമ്മൻ കാസിന് പറഞ്ഞിട്ടുള്ള പോകാണ്. അതേപോലത്തെ കേസൊക്കെ വരാറുള്ളൂ. അതൊക്കെ ഉള്ളൂ. ഓക്കെ. അപ്പം ഇതിങ്ങനെ യൂസ് ചെയ്യാതിട്ടേക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരാറുണ്ടായിരുന്നത്? മീൻസ് എനിക്ക് മെയിൻലി 1-2 ഇഷ്യൂ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് സ്റ്റിയറിംഗ് ബോക്സ് ചെറുതായിട്ട് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഓയിൽ ലീക്ക് വന്നു. ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ റേഡിയേറ്റർ ഫാൻ നിന്ന് പോകുമായിരുന്നു. സോ അത് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ AC പിന്നെ ഓണാവില്ല. അതല്ലാതെ മെയിൻലി അങ്ങനെ കാര്യമായിട്ട് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം കുറച്ച് നാൾ കൊണ്ട് വണ്ടിയെ മനസ്സിലാക്കി അല്ലേ? അതെ. ഓക്കെ. അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സർവീസ് സെൻറ്ററിനെ ആശ്രയിക്കാൻ ഇപ്പോൾ പറ്റുമോ? പറ്റും. ആക്ച്വലി ഇത് ഫുൾ കമ്പനി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെടുക്കും. പക്ഷേ അല്ലാത്ത കേസിൽ അവരെല്ലാ വണ്ടി അങ്ങനെ എടുക്കില്ല. അൺലെസ് അവർ മാനേജ്മെൻറ്റ് അപ്രൂവ് ചെയ്താൽ മാത്രമേ അവരെടുക്കുള്ളൂ. ഒരു കേസുണ്ട്. ഞാൻ എടുത്തിട്ട് ഇപ്പോൾ പുറത്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വെച്ചാൽ ഒരു നല്ല മെക്കാനിക്കിന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. അങ്ങനെ കൊച്ചിയിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ വണ്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലം ഏതാണ് ബ്രോയുടെ? ഞാൻ ഇപ്പോൾ സ്ഥിരം എൻ്റെ മറ്റേ വണ്ടി കാണിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഞാൻ ചെന്നൈയിലായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ വണ്ടി അവിടെ തന്നെയായിരുന്നു. സോ അവിടെ എനിക്ക് സ്ഥിരമായിട്ടൊരു മെക്കാനിക്ക് ഉണ്ടായിരുന്നില്ല ചെന്നൈയിൽ. പിന്നെ ഇവിടെ ഞാൻ മറ്റേ വണ്ടി കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ചേരാനല്ലൂർ അടുത്തൊരു ലോട്ടസ് ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞു. അവർ അത്യാവശ്യം നല്ലതാണ്. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതെ. പിന്നെ ഇതിൻ്റെ പാർട്സിന് എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നോർമലി പീരിയോഡിക് മീൻസ് മാറ്റേണ്ടിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ പാർട്സ് സോഴ്സ് ചെയ്യാൻ ഷോറൂമിനെ ഡിപ്പെൻഡ് ചെയ്തോ, അല്ലെങ്കിൽ എങ്ങനെ സോഴ്സ് ചെയ്യാറുണ്ട്, അതോ പുറത്തുനിന്ന് വരുത്തുകയാണോ? ബ്രോ UK അല്ലേ? ഞാൻ കുറച്ചാൾ UK ഓക്കെ. അപ്പോൾ അവിടുന്ന് വരുത്തുകയോ അല്ലെങ്കിൽ UAE നിന്ന് വരുത്തുകയോ? ഇവിടെ തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് മിക്കവാറും പാർട്സും കാര്യങ്ങളെല്ലാം. എല്ലാം നോർമലി വണ്ടികൾ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടാൽ മതിയോ? മിക്കവാറും ഇത് ഇന്റർനാഷണലി അത്യാവശ്യം കുറേ സെല് ചെയ്തിട്ടുള്ള മോഡലാണ്. സോ പാർട്സ് വരുന്നത് ഒന്നാമത് വണ്ടി CKD ആയിട്ടാണ് വന്നത് ഇന്ത്യയിൽ. സോ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്തതാണ്. സോ പാർട്സ് എല്ലാം മിക്കവാറും ഓഡി, വോക്സ് വാഗൺ ഇതിൻ്റെയൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള പാർട്സ്. സോ അത്യാവശ്യം കുറേ അവൈലബിലിറ്റി ഉണ്ട്. എഞ്ചിൻ പാർട്സിന് പ്രശ്നം വരില്ലല്ലേ? വോക്സ് വാഗൻ്റെ പാർട്സ്, ഇവൻ എഞ്ചിൻ്റെ ആയാലും ഏത് പാർട്സ് ആയാലും മിക്കവാറും എല്ലാ പാർട്സും വൈഡ്ലി അവൈലബിൾ ആണ്. ഇപ്പം മിറേഴ്സും എല്ലാം ഉണ്ട്. ഓക്കെ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ UK വീണ്ടും അങ്ങോട്ട് പോകുന്നു. അപ്പം അവിടെ ഇങ്ങനത്തെ കാസൊക്കെ ഇഷ്ടം പോലെ കാണുമല്ലോ. നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോഴേ പുതിയത് വേണോ പഴയത് വേണോ എല്ലാം കാണുമല്ലോ. അപ്പം അവിടെ ഒക്കെ പോകുമ്പോൾ ഇതുപോലുള്ള ഒരു വണ്ടികൾ അല്ലെങ്കിൽ ഒരു കളക്റ്റബിൾ കാസൊക്കെ സ്വന്തമാക്കണം എന്നാണ് താല്പര്യം, അതോ പുതിയ കാസ് മേടിച്ച് ഉപയോഗിക്കണം എന്നാണ് താല്പര്യം? എനിക്കങ്ങനെ പുതിയ കാർ മേടിക്കണം എന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് പൊതുവെ ഈ ജനറേഷനിൽ ഇറങ്ങുന്ന കാസിനോട് വലിയ അധികം ക്രേസ് ഒന്നുമില്ല. പിന്നെ പഴയ ഒരു 2000s സ്റ്റേഷൻ റാങ്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ഹാപ്പി ആയിരിക്കും. എനിക്ക് താല്പര്യമുള്ളൊരു മോഡൽ എന്ന് വെച്ചാൽ A4 അല്ലെങ്കിൽ A6 സ്റ്റേഷൻ വാഗൺ. അത് മേ ബി S4 അല്ലെങ്കിൽ RS സീരീസുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ അതൊക്കെ ആണ് കുറച്ചുകൂടി ഇഷ്ടം. പഴയ വണ്ടി കിട്ടുവാണെങ്കിൽ അത്ര നല്ലത്. നാട്ടിൽ അപ്ഗ്രേഡിന് വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ ആക്ച്വലി എടുത്തപ്പോൾ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊജക്ട് കാറായിട്ട് കീപ്പ് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. ബട്ട് എനിക്ക് എടുത്തു കഴിഞ്ഞ ഉടനെ ഞാൻ ചെന്നൈയിലോട്ട് പെർമനൻ്റ് ആയിട്ട് മൂവ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് കാര്യമായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല.
ടൈം, അതാണ് ഏറ്റവും വലുതല്ലേ? അതെ, ടൈം അത്യാവശ്യം വേണം. ഇതേപോലത്തെ ഒരു പഴയ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കണം. ഓക്കെ, സോ നമുക്ക് ഇൻറ്റീരിയർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഓ, നല്ല ഡോർ ബിൽഡ് ക്വാളിറ്റി ഒക്കെ. സോ ഇതാണ് ഇൻറ്റീരിയർ അല്ലേ? അതെ. എന്ത് തോന്നുന്നു വണ്ടിയെ പറ്റി? ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽസും ഒരു 5 സ്പീഡ് ഗിയർ ബോക്സും. ഇത് നല്ല പീരിയഡ് കറക്റ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. അത് നോക്കിക്കഴിഞ്ഞാൽ അത് മറ്റേ വുഡ് ട്രിം ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഓക്കെ പൊതുവേ ആ ജനറേഷനിൽ വന്നുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് ഇൻറ്റീരിയർ ആണ്. പഴയ ബെൻസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. പിന്നെ സി ഡി ചേഞ്ചർ ആണ്. CD ചേഞ്ചർ ഇത് ആക്ച്വലി കാസറ്റും ഉണ്ട്, ഒരു 6 CD ചേഞ്ചർ. 6 CD ചേഞ്ചർ ബോട്ടിലാണ് വരുന്നത്. ബൂട്ടിലാണ് വരുന്നത്. ബോട്ടിലാണ് അതിന്റെ CD ഇൻസേർട്ട് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാം ഇവിടെ നിന്ന് തന്നെ, ബട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ബൂട്ടിലാണ്. ഓക്കെ, പിന്നെ ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട്. സിംഗിൾ സോൺ ആണ്. പിന്നെ ഹീറ്റഡ് സീറ്റ്സ് ഉണ്ടായിരുന്നു. ഹീറ്റഡ് സീറ്റ്സ്. ഹീറ്റഡ് സീറ്റ്സ്, പിന്നെ ഹീറ്റഡ് വിങ് മിറേഴ്സ് 2 എണ്ണം ഉണ്ട്. ഹീറ്റഡ് സീറ്റ്സ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ലല്ലോ? ഇല്ല, കാര്യമായിട്ട് അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ, CKD ആണല്ലോ. അതെ. ഓക്കെ, പിന്നെ പൊതുവേ ഉള്ള ഈ സൺറൂഫ് ഉണ്ട്. അതിൻ്റെ മോട്ടർ യൂണിറ്റ് ഞാൻ ആക്ച്വലി സൺറൂഫ് യൂസ് ചെയ്യാറില്ല പറ്റി പറഞ്ഞാൽ, ബട്ട് അതിൻ്റെ മോട്ടർ ചെറുതായിട്ട് കംപ്ലൈൻറ്റ് ഉണ്ട്. മെയിൻലി ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. LNK ആയതിൻ്റെതായിട്ടുള്ള നമ്മുടെ MID കാണാൻ നിങ്ങൾക്ക് ഒട്ടും ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ലെന്ന് പറയാല്ലേ? അതെ, അത് മ്യൂസിക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ മ്യൂസിക് അതും കാണാം അല്ലേ? അതിൻ്റെ കൺട്രോളും അവിടെ കാണാൻ പറ്റും. സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസും ഉണ്ട്. ക്രൂസ് കൺട്രോൾ ഉണ്ട്. ക്രൂസ് കൺട്രോൾ കറന്റ്ലി വർക്ക് ചെയ്യുന്നില്ല. ഉണ്ടായിരുന്നു. ഓക്കെ, AC സിംഗിൾ സോൺ ആണെന്ന് പറഞ്ഞെങ്കിൽ എങ്ങനെയുണ്ട് കൂളിംഗ് ഒക്കെ? അത്യാവശ്യം നല്ല കൂളിംഗ് ആണ്. ഡ്യുവൽ സോൺ ആണോ? ഇല്ല, സിംഗിൾ സോൺ തന്നെയാണ്. അത് പുറത്തെ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, 2 ടെമ്പറേച്ചർ കൂടെ കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. അതങ്ങനെ അവർ കൊടുത്തേക്കുന്ന ഇതിനാൽ കൺഫ്യൂഷൻ ആകുമല്ലോ. ഓക്കെ, AC കൂളിംഗ് ഒക്കെ ഇപ്പോഴും ഓക്കെ ആണോ? അതോ പ്രോപ്പർ മെയിൻ്റെനൻസ് AC-ക്ക് കൊടുക്കേണ്ടി വരാറുണ്ടോ? കംപ്രസറിനും കാര്യങ്ങൾക്കൊക്കെ? കംപ്രസറിന് അങ്ങനെ പണി വന്നിട്ടില്ല. എനിക്ക് ജസ്റ്റ് കുറച്ച് നാൾ മുമ്പ് ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് വണ്ടി ഇരുന്ന് പോയി അതിൻ്റെ AC ലീക്കായി പോയിട്ടുണ്ടായി. പിന്നെ അത് റീഫിൽ ചെയ്യേണ്ട കാര്യമുണ്ട്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ജസ്റ്റ് കുറച്ച് മെയിൻ്റെനൻസ് വന്നിട്ടുണ്ട്. അത് ബാറ്ററി റിലേറ്റഡ് തോന്നുന്നു. AC സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല കുറച്ച്, അപ്പോൾ അത് ഒന്ന് നോക്കാനുണ്ട്. ബാക്കി അതർവൈസ് AC എല്ലാം ഓക്കെയാണ്. കാരണം കൂളിംഗ് നല്ലതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ വണ്ടിയിൽ അട്രാക്ട് ചെയ്ത മീൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താണ് ഈ വണ്ടിയിലോട്ട് കയറുമ്പോൾ? സ്റ്റിയറിംഗ് ആണോ? എനിക്ക് പൊതുവെ ആ ഡാഷ്ബോർഡ് തന്നെയാണ്, സെൻട്രൽ കൺസോള്. അത് ഒരു ഇതേപോലത്തെ ഒരു ഡിസൈൻ ഇപ്പോൾ ഈ ഒരു ജനറേഷൻ വരുന്നത് മിക്കവാറും സ്ക്രീനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. സ്ക്രീൻസ് ആണ് മൊത്തം. അതെ, മിക്കവാറും സ്ക്രീനും. പിന്നെ ഇത് വുഡ് ട്രിം കാര്യമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് കാര്യമായിട്ട് വണ്ടിയൊന്നും വന്നിട്ടില്ല. ലെക്സസ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ. സോ ലാസ്റ്റ് ഞാൻ ചെയ്ത ഒരു പോളോ XC60 വുഡൻ ട്രിംസ് കുറേ ഉണ്ട്, അതിൽ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളിലൊക്കെയാണ് വരുന്നത്. ഏതായാലും ഈ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട്. അപ്പം എന്തെങ്കിലും മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ടോ? സീറ്റ്സ് ചേഞ്ച് ചെയ്യണമെന്നോ? ഈ സീറ്റ്സ് ഒക്കെ സ്റ്റോക്കാണ്? അല്ല, ഇത് സീറ്റ് ആക്ച്വലി പ്രീവിയസ് ഓണർ കവർ ഇട്ട് വെച്ചതായിരുന്നു. അത്യാവശ്യം ഡ്യൂറബിൾ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റാൻ നിന്നില്ല. എല്ലാം കുഴപ്പമൊന്നും തോന്നില്ല. വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഇന്റീരിയറിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഇതിന്റെ റൂഫ് ലൈനിങ് ഒക്കെ പോയിരിക്കുമായിരുന്നു, അത് ഞാൻ ഫുള്ള് റീപ്ലേസ് ചെയ്തു. പിന്നെ ഡോർ പാഡ്സ്, ഡോറിന്റെ ഈ ട്രിമ്മൊക്കെ പോയിരിക്കും. അത് ഒരു മറ്റേ ഫോക്സ് ലെതർ പോലത്തെ ഒരു ഐറ്റം വരും, ഞാൻ അത് മാറ്റിപ്പോൾ ഒറിജിനൽ ലെതർ ആക്കി. ഓക്കെ, പിന്നെ സ്റ്റേഷൻ വാഗൻ ആയതിന്റെ ബാക്കിൽ ലെഗ് സ്പേസിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? കാണാൻ വഴിയില്ലല്ലോ. ഇല്ല, വ്യത്യാസം സെയിം സ്പേസ്, ബാക്കിൽ സ്പേസ് ഒക്കെ സെയിം തന്നെയാണ്, പോലെ തന്നെ ഉള്ളൂ. പിന്നെ ബാക്കിൽ കാര്യമായിട്ട് അങ്ങനെ യൂസും വരുന്നില്ല എനിക്ക്. ഞാൻ മിക്കവാറും ഒറ്റയ്ക്ക് ഇരിക്കും, ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ പോകും. സ്പേസും കാര്യത്തിലും ബാക്കിലത്തെ കാര്യത്തിൽ കൺസേൺ അല്ല. അതെ, പിന്നെ എനിക്ക് ബൂട്ടാണ് മെയിൻലി. ഡ്രൈവർ സീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബൂട്ടാണ് ആവശ്യം വരാറുള്ളത്. 60/40 ഇത് 60/40. ഓക്കെ, ഹാൻഡ് റെസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളും. ഓട്ടോമാറ്റിക് ആണോ? നമ്മുടെ വൈപ്പും ഹെഡ് ലൈറ്റ്സ് ഇതെല്ലാം മാനുവൽ തന്നെയാണ്. ഹെഡ് ലൈറ്റിനെ പറ്റി എന്തെങ്കിലും എടുത്ത് പറയാനുണ്ടോ? നോർമൽ ഹെഡ് ലൈറ്റ് തന്നെയാണ്. ഇതിന് ഹെഡ് ലൈറ്റ് വാഷേഴ്സ് ഉള്ള വണ്ടികളുണ്ടെന്ന് തോന്നുന്നല്ലേ? വാഷേഴ്സ് ആക്ച്വലി ഫാക്ടറിയിൽ നിന്ന് വന്നിട്ടുണ്ട്, പക്ഷേ ഇത് എനിക്ക് കിട്ടുമ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹോളെല്ലാം ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പ്രത്യേകിച്ച് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. എനിക്ക് ആ സംഭവം
അത് ആ സമയത്ത് വെച്ചാൽ ഭയങ്കര ഒരു ഫാസിനേഷൻ ആയിരുന്നു അത്. ആ ഹെഡ്ലൈറ്റ് വാഷ് പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു യൂണിറ്റ് കുറേ വണ്ടികളിൽ ഇന്ത്യയിൽ വന്നിട്ടില്ല. മിക്കവാറും എല്ലാം മറ്റേ ഓപ്പൺ ആവുന്ന ടൈപ്പിലായിരുന്നു. എന്നുവെച്ചാൽ കൺസീൽഡ് ആയിട്ട് വന്നിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ട് വന്ന് ഇജക്ട് ചെയ്യുന്നതായിരുന്നു. ബട്ട് ഇത് ഫുൾ ടൈം അവിടെ തന്നെ ഒരു യൂണിറ്റ് പോലെ വരുമായിരുന്നു. അതെ. പിന്നെ അതേപോലത്തെ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ടൊയോട്ട ലാൻഡ് ക്രൂസർ സീരീസിലൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. അല്ലാതെ കാര്യമായിട്ട് അങ്ങനെ വണ്ടി ഇപ്പൊ ജിപ്സിയിൽ വരുന്ന മറ്റേ ജിമിനിയിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ മെയിൻ കാര്യം ചോദിച്ചില്ല, വണ്ടി കുടിയനാണോ? ആയിരിക്കുമല്ലോ. ഇല്ല, അല്ല, സർപ്രൈസിംഗ്ലി അല്ല. ഇത്ര കുറച്ച് 1.9 എഞ്ചിൻ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഓർക്കും അത്യാവശ്യം നല്ല മൈലേജ് കുറവായിരിക്കും എന്നൊക്കെ ഓർക്കും. പക്ഷെ നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. എനിക്ക് ലോങ് ഓടിക്കുമ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് വണ്ടി ഓടിച്ച് കൊച്ചി വന്നതാണ്. 20+ മൈലേജ് കിട്ടി. അതെ. ഞാൻ പിന്നെ അധികം ഫ്ലോർ ചെയ്ത് ഓടിക്കാറുമില്ല. ഞാൻ ലൈറ്റ് റോട്ടിലാണ് വണ്ടി അധികം സ്ട്രെസ്ഡ് ആക്കാറില്ല. അങ്ങനെ മര്യാദക്ക് ഒരു 70-80 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയി ഹൈവേ ക്രൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസിലി ഒരു 20+ മൈലേജ്. സിറ്റിയിൽ എനിക്ക് ഓട്ടം കുറവാണ്. ബട്ട് എന്നാലും ഒരു 15 അറൗണ്ട് 13-15 കിലോമീറ്റേഴ്സ് കിട്ടുമായിരിക്കും. ഓക്കെ. സോ അതൊക്കെയായിരുന്നു നമുക്ക് ഇന്റീരിയറിലും പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട്. ബാക്കി സ്റ്റോറേജ് സ്പേസുകളും ഇതൊക്കെ അത്യാവശ്യം ഡീപ്പാന്ന് തോന്നുന്നു അല്ലേ? സ്പേസ് ഇവിടെ സ്പേസ് ഉണ്ടോ? അവിടെ സ്പേസ് ഉണ്ട്. അവിടെ ഇതിനകത്തല്ലേ? ഓക്കെ, അകത്തുണ്ട്. സൈഡിൽ ബോട്ടിലൊക്കെ പ്രോപ്പർലി ഇരിക്കും. ബോട്ടിൽ വെക്കാൻ സ്ഥലം കുറവാണല്ലേ? അത് ഗ്ലാസ് വെക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. മറ്റേ അത് പ്രോപ്പർ ഹോൾഡറും ഇല്ല. ഇവിടെ ആക്ച്വലി ഒരു ഹോൾഡർ ഉണ്ട്. ബട്ട് അത് ഞാൻ ഒരു പ്രാവശ്യം സർവീസിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പണിത് ചെന്നൈയിലായിരുന്നു. അത് ഓപ്പൺ ചെയ്ത് വരുന്ന ടൈപ്പ് ആയിരുന്നു. അതിന്റെ ഒറിജിനൽ ഞാൻ ചോദിച്ചിട്ടില്ല, ചിലപ്പോൾ കിട്ടുമായിരിക്കും അവിടെ. പക്ഷെ ഒരു കപ്പേ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് തൊട്ടേ ഇതിന് നമ്മുടെ ടിക്കറ്റ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇപ്പോഴത്തെ വണ്ടികളിൽ ഒരു പ്രോപ്പർ ആയിട്ട് തന്നെ കൊടുക്കുന്നു. അതെ, സ്കോഡ മിക്കവാറും പണ്ട് തൊട്ടേ ഉള്ളതാ, ഇപ്പോഴും ഉണ്ട്, അന്നുണ്ട്. ഓക്കെ, അതൊക്കെയായിരുന്നു നമുക്ക് അകത്തിരുന്ന് ചോദിക്കാനുള്ളത്. ക്വിക്കായിട്ട് കാര്യങ്ങളെല്ലാം ഒന്ന് ചോദിച്ചിറങ്ങി. ഇനി നമുക്ക് പുറത്ത് പോയിട്ട് ബാക്കി സജഷൻസ് നോക്കാം. ജർമ്മൻ കാർസ് ഓൺ ചെയ്യുന്നതും കീപ്പ് ചെയ്യുന്നതും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും സജഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ വെളിയിൽ പോയിട്ട് ചോദിക്കാം. സോ അപ്പം അതൊക്കെയായിരുന്നു കാര്യങ്ങൾ. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു പഴയ കാർ അല്ലെങ്കിൽ ജർമ്മൻ കാർ മെയിൻലി അതൊക്കെ ഇതുപോലത്തെ വണ്ടികളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യണം, ഓൺ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സും ഉണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ. അപ്പോൾ അവരോടൊക്കെ കൊടുക്കാനുള്ള എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സജഷൻ എന്ന് പറയുമ്പോൾ മേടിക്കുന്നത് ഒരു ജർമ്മൻ വണ്ടിയാണ്. ജർമ്മൻ വണ്ടി പൊതുവേ റിലയബിലിറ്റി ഒരു കൺസേൺ ആയിട്ട് പറയുന്നതാണ് എല്ലാവരും. സോ ആ ഒരു ഇത് വെച്ചിട്ട് വേണം വണ്ടി മേടിക്കാനായിട്ട്. പിന്നെ മേടിക്കുന്നത് ചീപ്പായിട്ടുള്ളൊരു വണ്ടിയല്ല. മിക്കവാറും അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരിക്കും. സോ ആ കാര്യം മൈൻഡിൽ വെച്ചിട്ട് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ടൈം വേണം. നേരത്തെ പറഞ്ഞ പോലെ ടൈം എന്തായാലും അത്യാവശ്യമാണ്. അത് മേടിച്ചിട്ട് സമയമില്ല എന്ന് വെച്ച് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കൂടുതൽ പണി വരത്തേ ഉള്ളൂ. സോ എന്തായാലും അതിനായിട്ട് കുറച്ച് ടൈം മാറ്റി വെക്കാനായിട്ട്. ഇപ്പം ടൈം, എഫേർട്ട്, ആ ഒരു പാഷൻ എല്ലാം കൂടെ നമ്മൾ കൊടുക്കുമ്പോൾ വണ്ടി എന്ത് തരുന്നു? നമുക്ക് ആ ഒരു ഹാപ്പിനെസ് തരും. അത് മതി അല്ലേ? അതെ. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ബ്രോ. നല്ലൊരു എക്സ്പീരിയൻസ്, ഒരു റെയർ കാറിനെ നമ്മുടെ ചാനലിൽ കൂടെ ആളുകളെ പരിചയപ്പെടുത്താനായിട്ട് പറ്റി. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ഇനിയും ഇതുപോലുള്ള റെയർ കാർസും യൂസർ എക്സ്പീരിയൻസും നോർമൽ പുതിയ കാസിൻ്റെ റിവ്യൂസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്കിലും നമ്മുടെ വീഡിയോ ഇടുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പം തന്നെ ചെയ്തു. ഓക്കെ, അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.